ഹായ്, നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ എന്നാണ്. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാൻ സേവ് ആപ്പിൻ്റെ പ്ലാൻ പ്രസൻറ്റേഷനുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സേവ് ആപ്പ് എന്താണെന്നും അതിൻ്റെ വരുമാന സാധ്യതകളും നമ്മുടെ സേവ് ആപ്പ് പർച്ചേസ് ചെയ്യുമ്പോഴും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ ലഭിക്കുന്ന ആശയങ്ങളും അതിലൂടെ നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് വിശദമാക്കാം. എന്താണ് സേവ് ആപ്പ് എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നമ്മുടെ ഓരോ വ്യക്തികളെയും സഹായിക്കുക എന്നതാണ് നമ്മുടെ സേവ് ആപ്പിൻ്റെ ബിസിനസ് ലക്ഷ്യവും സേവ് ആപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണവും. സേവ് ആപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 14 ഫീച്ചേഴ്സുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇനിയും ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവും. ഇപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു മൊബൈൽ റീചാർജ്, DTH, അതുപോലെ ബിൽ പേയ്മെൻറ്റ്, ഈ ഒരു സാധ്യത കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ ആസ്വദിക്കാം. ഇനി നമുക്ക് സ്വാതന്ത്ര്യം, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നമ്മളെ സേവ് ആപ്പ് ഏതൊക്കെ രീതിയിൽ സഹായിക്കുമെന്ന് നോക്കാം. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക എന്നതാണ്. ഈ ഒരു സേവ് ആപ്പ് ഉപയോഗിക്കുന്ന വ്യക്തികളെ നമ്മുടെ ചിലവുകളും വരുമാനവും വരവ് ചെലവ് കണക്കുകളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനും അത് എന്ത് ആവശ്യം, എന്ത് അനാവശ്യം ആണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി തരാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത ഒരു സ്ഥിര വരുമാനവും നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് അതിലൂടെ ആളുകളെ പർച്ചേസ് ചെയ്യിപ്പിക്കുമ്പോൾ ലഭിക്കും. എനിക്ക് ഇനി എങ്ങനെയൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് താങ്കൾക്ക് ചിലവുകൾ നിയന്ത്രണവും ഒരു സേവിങ് മനോഭാവവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് പരിധിയില്ലാത്ത ഒരു സ്ഥിര വരുമാനവും ആവശ്യമുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സേവ് ആപ്പ് എങ്ങനെ നമ്മളെ സഹായിക്കും? സേവ് ആപ്പ് 2 തരത്തിൽ താങ്കളെ സഹായിക്കും. സാമ്പത്തിക അച്ചടക്കവും സേവിങ് മനോഭാവവും വളർത്തുന്നതിനോടൊപ്പം ഒരു വ്യക്തിക്ക് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും ഈ സേവ് ആപ്പ് ക്രോഡീകരിച്ചിട്ടുണ്ട്. കൂടാതെ യാതൊരു നിക്ഷേപവുമില്ലാതെ പരിധിയില്ലാത്ത വരുമാനം നേടാനുള്ള അവസരവും സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മൊബൈൽ വേർഷനായ ഈ ഒരു സേവ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് എങ്ങനെ സേവ് ആപ്പ് ലഭിക്കുമെന്നത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കണം. വെറും 3 ലളിതമായ ഘട്ടങ്ങളാണ് ഈ സേവ് ആപ്പ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ളത്. ആദ്യം രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മൾക്ക് ഒരു ഫാമിലിയിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ലഭിച്ചിട്ടുണ്ടാവും. ആ ലിങ്കിലൂടെ നിങ്ങൾ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കുക. അവിടെ താങ്കളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. പേരിനോടൊപ്പം മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. സേവ് ആപ്പ് അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത പാസ്വേഡോ അല്ലെങ്കിൽ ID ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനെ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുക. സേവ് ആപ്പ് സാധാരണ നിങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് മറ്റുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നാൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു സ്പോൺസർ ലിങ്ക് ഉപയോഗിച്ച് വേണം ഇത് രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് നമുക്കൊരു ബിസിനസ് അവസരവും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. സേവ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ ഒന്നുകൂടി വിശദമാക്കാം.
ഒരു റീസെല്ലർ ആകുകയും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സേവാപ്പിൻ്റെ ആശയം പരിചയപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഇത് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഒരു സ്ഥിര വരുമാനം നേടാൻ കഴിയും. കാരണം പരിചയപ്പെടുത്തുന്ന വ്യക്തികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിര വരുമാനം ലഭിക്കും. അതിലൂടെ പലതരത്തിലുള്ള റഫറൽ കമ്മീഷനും ഉണ്ട്. അതിനു പുറമെ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമ്പോൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യിക്കുകയാണെങ്കിലും നമുക്ക് ഒരു മൊബൈൽ റീചാർജ് എന്ന ഒരു പുതിയ ഒരു സിസ്റ്റം, ആ ഒരു കൺസെപ്റ്റിലൂടെ നമുക്ക് നല്ല ഒരു മന്ത്ലി വരുമാനം. കാരണം മൊബൈൽ റീചാർജ് എന്നത് ഇന്ന് ഒരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ മൊബൈൽ റീചാർജ് ചെയ്യാൻ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ കൂടി നമുക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും ഓരോരുത്തർക്കും സാധിക്കും. ഒരു റീസെല്ലർ ആകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് www.mysaving.in ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾ കൊടുത്ത പാസ്വേഡും അതായത് നിങ്ങളെ ഫോൺ നമ്പർ കൊടുത്ത് നിങ്ങളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബി എ റീസെല്ലർ എന്ന ബട്ടൺ കാണും ചുവന്നതായിട്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിബന്ധനകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീസെല്ലർ ആവാം. ആ റീസെല്ലർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള അവസരമാണ് അവിടെ ലഭിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്വന്തം ഷെയർ ലിങ്ക് എവിടെ നിന്നും ലഭിക്കുമെന്ന് ഞാനൊന്ന് വിശദമാക്കാം. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ www.mysaving.in ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബി എ റീസെല്ലർ എന്ന അവിടെ ഇപ്പോൾ കാണുന്നത് ഡാഷ്ബോർഡ് ആയിരിക്കും. ആ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്വന്തം സ്പോൺസർ ലിങ്ക് ഷെയർ ചെയ്യാമെന്നതിൻ്റെ ഡെമോ അവിടെ ഉണ്ടാവും. അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഇനി എനിക്ക് എത്രമാത്രം ഇതിലൂടെ സമ്പാദിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം. താങ്കളുടെ ടീം വളരുന്നതിനനുസരിച്ച്, താങ്കൾ ഇതിൻ്റെ റഫറൽ ലിങ്ക് ഷെയർ ചെയ്യുന്നതിനനുസരിച്ച്, താങ്കളുടെ കൂടെ ആളുകൾ രജിസ്റ്റർ ചെയ്ത് താങ്കളുടെ സ്പോൺസർ ID രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് പരിധിയില്ലാതെ ഇതിലൂടെ സമ്പാദിക്കാം. സേവാപ്പുമായി എനിക്ക് എങ്ങനെയെല്ലാം സഹകരിക്കാം? ഇതിൽ കടന്നു വരുവാൻ 3 തരത്തിൽ നിങ്ങൾക്ക് സാധിക്കും. ഒന്ന്, ഫ്രീ യൂസേഴ്സ് ആയിട്ട് കടന്നു വരാം. അതായത് നമ്മുടെ സ്വന്തം സുഹൃത്തിൻ്റെ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഫ്രീ ഡൗൺലോഡ് ചെയ്തെടുത്ത് ബി എ റീസെല്ലർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതേ പ്രോസസ്സ്, നിങ്ങൾ ചെയ്ത അതേ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പാസ് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിലൂടെ ഫ്രീ യൂസറായി നിന്നുകൊണ്ട് മൊബൈൽ റീചാർജ് എന്ന ആ ഒരു ഫംഗ്ഷനിലൂടെയും നല്ല വരുമാനം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റാണ് ആക്റ്റീവ് യൂസേഴ്സ്. നമ്മുടെ പ്രൊഡക്റ്റ് സേവ് മൈ പേഴ്സണൽ ആപ്ലിക്കേഷൻ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ മണി മാനേജ്മെൻറ്റിന് പഠിപ്പിക്കാനും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും A to Z അതിലൂടെ നമ്മളെ പഠിപ്പിച്ചെടുക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 3999 പ്ലസ് GST കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ആക്റ്റീവ് യൂസേഴ്സ് ആവും. അങ്ങനെ ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആ നേരത്തെ പറഞ്ഞ ആ ഒരു മൊബൈൽ റീചാർജ് ഫ്രീ യൂസേഴ്സിന് 1% ആണ് അവിടെ കമ്മീഷൻ ലഭിക്കുന്നതെങ്കിൽ ഇവിടെ ആക്റ്റീവ് യൂസേഴ്സിന് 2% കമ്മീഷൻ ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി വളർത്തിക്കൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാന മാർഗമായിട്ട് അതിനെ കാണാം. ഇനി മൂന്നാമത്തത് ഫാമിലി യൂസേഴ്സാണ്. ഫാമിലി യൂസേഴ്സായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക്, അതായത് 3 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് കടന്നു വരുന്ന വ്യക്തികളെയാണ് ഫാമിലി യൂസേഴ്സായിട്ട് കമ്പനി കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കടന്നു വരുന്ന വ്യക്തികൾക്ക് ഒരു 3% ആ ഫ്രീ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും റീചാർജിൻ്റെ 20% കമ്മീഷൻ ലഭിക്കും. ആ 3% കമ്മീഷൻ 20 ലെവലിലായിട്ട് ലഭിക്കും. അതും നമുക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി വളരുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. അതിനു പുറമെ ഫാമിലി യൂസേഴ്സായിട്ട് വരുന്ന വ്യക്തികൾക്ക് കമ്പനിയുടെ
ഒരു നോൺ വർക്കിംഗ് ഇൻകമായിട്ട്, ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ എല്ലാം ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 3,12,000 രൂപ ഘട്ടം ഘട്ടമായിട്ട്, അതായത് 12,000, 60,000, 2,40,000 നമുക്ക് തിരിച്ച് ലഭിക്കാനുള്ള ഒരു ഓഫർ കൂടി. അത് കമ്പനിയിൽ നമ്മുടെ ഏത് ഭാഗത്തുനിന്ന് വന്നാലും ഒരു 1 ലൈൻ സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്ന് ആ ഫാമിലി യൂസേഴ്സൊക്കെ കടന്നു വരുമ്പോൾ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള വ്യക്തിക്ക്, ആദ്യത്തെ വ്യക്തിക്ക് 12,000, പിന്നെ 8 പേര് കടന്നു വരുമ്പോൾ അടുത്ത വ്യക്തിക്ക് 12,000 എന്ന ക്രമത്തിൽ, അടുത്ത വ്യക്തിക്ക് 12 എന്ന ക്രമത്തിൽ 8ൻ്റെ ബ്ലോക്ക്, 16ൻ്റെ ബ്ലോക്ക്, 24ൻ്റെ ബ്ലോക്കായിട്ട് 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് 12,000, 60,000, 2,40,000. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞു തരും. എങ്ങനെ ചെയ്താലാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നത്. അടുത്തത് വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഫ്രീ ഇൻകം ഉണ്ട്, വർക്കിംഗ് ഇൻകം ഉണ്ട്, ഫാമിലി യൂസേഴ്സിനും സ്പെഷ്യൽ ആനുകൂല്യങ്ങളുണ്ട്. എന്താണ് ഫ്രീ ഇൻകം എന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, ഓരോ ആളും മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ബാക്ക്. അതിന് പുറമെ നമുക്ക് 20 ലെവൽ റീചാർജ് ലെവൽ ഇൻകവും ലഭിക്കും. അത് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എത്രത്തോളം വളർത്താൻ പറ്റും, ഫ്രീ റെഫർ ചെയ്തുകൊണ്ട് എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, അത്രത്തോളം കമ്മീഷൻ നമുക്ക് റീചാർജിലൂടെ നേടിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനങ്ങളോളമുള്ള ഈ ഒരു രാജ്യത്ത് എല്ലാവരിലും 3 സിം കാർഡുകളുള്ള ഈ ഒരു സമയത്ത് ഇതിൻ്റെ സാധ്യതയുടെ വളർച്ച, വലുപ്പം ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പോൺസർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് റീചാർജ് ചെയ്യാനാണെങ്കിൽ കൂടി അവരിലേക്കെല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ എത്തിക്കുക എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എത്തിച്ച് അവരെ കൊണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്യിച്ച് റീചാർജ് ചെയ്യിപ്പിക്കുക. അതിൽ കടന്നു വരുന്നവർക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലായി കഴിഞ്ഞാൽ അവർ ആക്റ്റീവ് മെമ്പേഴ്സ് ആവും, ഫാമിലി മെമ്പേഴ്സ് ആവും. അങ്ങനെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് ഈ അതായത് ഒരു ആക്റ്റീവ് മെമ്പേഴ്സ് ആയിട്ട് വരുന്ന വ്യക്തികൾക്ക് ഒരു 800 രൂപയാണ് വിൽപ്പന കമ്മീഷനായിട്ട്, റെഫറൽ കമ്മീഷനായിട്ട് ലഭിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റെഫറൽ ചെയ്യാം. അങ്ങനെ 800 എന്ന ക്രമത്തിൽ 10 പേർക്ക് കൊടുത്താൽ തന്നെ 8,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും. സെക്കൻഡ് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവാണ്. അവിടെ 13 ലെവലിലായിട്ട് 50, 10, 20, 30, 10, 20, 30 എന്ന രീതിയിൽ 13 ജനറേഷനിലായിട്ട് നമുക്ക് അവിടെ നമ്മുടെ വെയിറ്റ് ചെയ്യാണ് വലിയൊരു ഇൻകം. കാരണം ഈ ഒരു ജനറേഷൻ എന്നതിൻ്റെ ഒരു സാധ്യത എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്, ഒരു മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത്. 2, 4, 8, 16, 32, 64 എന്ന രീതിയിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 242 കോടിയിലേക്ക് എത്താനുള്ള ഒരു വഴി അവിടെ ഓപ്പണാണ്. അതിൻ്റെ ഒരു 10% കിട്ടിയാലും, 242ൻ്റെ 10% കിട്ടിയാലും, അല്ല 1% കിട്ടിയാലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല ഒരു മുന്നേറ്റത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ക്ലബ് ബോണസാണ്. ക്ലബ് ബോണസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലീഡേഴ്സിന് സത്യസന്ധമായിട്ട് അവരുടെ കൂടെ വരുന്നവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ബോണസായിട്ട് ലഭിക്കുന്നതാണ്. അത് 5 തരത്തിലാണ് അത് തരുന്നത്. ഒന്ന് ലീഡേഴ്സിന് 10%. ഫസ്റ്റ് നമ്മൾ 2 വ്യക്തികളെ നമ്മുടെ ഫസ്റ്റ് മോസ്റ്റ് വെൽക്കമായിട്ട് 4 PV-യിലെത്തുമ്പോഴുണ്ടാകുന്ന ആ റാങ്കിലെത്തുമ്പോൾ, അങ്ങനെ ആ ഫസ്റ്റ് റാങ്കിൽ എത്തിക്കുന്ന വ്യക്തികൾക്ക് നല്ല അച്ചീവ്മെൻറ്റ് ഓരോരുത്തർക്കും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് 10% എന്നുള്ളത് 400 ബൈനറി ആയിട്ട് 400 നമുക്ക് ലഭിക്കുന്നത്. ആ 400 എന്നത് നമുക്ക് 600 വരെ തരാനുള്ള ഒരു സിസ്റ്റം ഈ ക്ലബ് ബോണസിലൂടെ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കൂടെ വന്നവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. നമ്മുടെ കമ്പനി 25 വർഷത്തെ പരിചയസമ്പത്തുള്ള കമ്പനിയാണ്. 100% നിയമാനുസൃതം പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ്. നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്ലാനാണ്. വിശാലമായ മാർക്കറ്റുണ്ട്. അത് നമ്മൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അത് പ്രവർത്തിച്ചാൽ നമുക്ക് ആജീവനാന്ത ഒരു ബിസിനസ് അവസരം തന്നെ ഈ കമ്പനി നമുക്ക് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകുന്ന കമ്പനിയാണ് നമ്മുടേത്. ഫാസ്റ്റ് പേ ഔട്ടാണ്. ഇന്നിപ്പോൾ ഒരാളെ കൊണ്ടുവന്നാൽ അവർക്ക് ആ സ്പോട്ടിന് നമുക്ക് 800 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. അതുമാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള വരുമാനവും ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ സ്പോർട്ടീവായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കമ്പനി ഇതുവരെ ഒരു പണവും ആർക്കും ബാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ വന്ന ലീഡേഴ്സ് അവർക്ക് എൻജോയ് ചെയ്യുന്ന വരുമാനം നമുക്ക് കണ്ട് മനസ്സിലാക്കി ഇതിലേക്ക് കടന്നു വരാം.
സേവ ഉറപ്പു നൽകുന്നു. പരാജിതരല്ലാത്ത നേട്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ബിസിനസ് ആശയം. അതെ, ഏതു വ്യക്തികൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ നമ്മുടെ സമൂഹത്തിനും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നയിക്കാൻ നമ്മളായിട്ട് തന്നെ ഇതിനൊരു വഴി വെക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ല സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു യൂട്യൂബ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇനിയും വീഡിയോകളുമായിട്ട് ഞാൻ വരും. നല്ല നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ അനുഗ്രഹിക്കണം. താങ്ക് യു.